രാഷ്ട്രീയ എൻട്രിയിൽ ലഹരി പിടിച്ച് വിജയ് ആദ്യ ആക്ഷന് സ്റ്റാലിൻ സർക്കാരിനെതിരെ. അടുത്ത കാലത്തായി തമിഴ്നാട്ടിൽ മയക്കുമരുന്ന് യുവാക്കൾക്കിടയിൽ സുലഭമാണ്. ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിലും രക്ഷിതാവെന്ന നിലയിലും എനിക്ക് പോലും ഭയമാണ്. ലഹരിയുടെ ഈ അതിപ്രസരം തടയേണ്ടതും യുവാക്കളെ രക്ഷിക്കുകയെന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ സർക്കാർ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. തമിഴ് സൂപ്പർ താരം വിജയ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു. ഇതാദ്യമായാണ് വിജയ് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ സിനിമയ്ക്ക് അപ്പുറത്ത് പരോക്ഷമായെങ്കിലും പ്രതികരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പൊതുവിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് വിജയ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളിലൂടെ. ഇതിൽ ഏറ്റവും ഒടുവിലേതാണ് ഡിഎംകെ സർക്കാരിനെതിരായ പരാമർശം. ഇതാദ്യമായാണ് വിജയ് ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ സിനിമയ്ക്ക് അപ്പുറത്ത് പരോക്ഷമായെങ്കിലും പ്രതികരിക്കുന്നതെന്നു ശ്രദ്ധേയമാണ്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കു വേണ്ടി നടത്തിയ അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയവും ഒരു കരിയറായി കാണാൻ പുതുതലമുറ തയ്യാറാകണം. മികച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഭിഭാഷകരും ഉള്ളതുപോലെ മികച്ച രാഷ്ട്രീയ പ്രവർത്തകരും ഉണ്ടാകണം. രാഷ്ട്രീയവും ഒരു കരിയർ ഓപ്ഷൻ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല നേതാക്കളെയാണ് നാടിനു വേണ്ടത്. നല്ല വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലെത്തണം. വിദ്യാർത്ഥികൾ ഓരോ വിവരങ്ങളും ക്രോസ് ചെക്ക് ചെയ്യണം. സോഷ്യൽ മീഡിയ മുതൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ പലവിധ വിവരങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്നു. എല്ലാം കാണുക, എന്നാൽ ശരിയും തെറ്റും വിശകലനം ചെയ്യുക. അപ്പോൾ മാത്രമേ ഒരാൾക്ക് നമ്മുടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സാമൂഹിക തിന്മകൾ മനസ്സിലാക്കാനും കഴിയൂ എന്നും വിജയ് പറഞ്ഞു. ലഹരി വിഷയം ഉയർത്തി പരോക്ഷമായെങ്കിലും തമിഴ്നാട്ടിലെ സ്റ്റാലിന് സർക്കാരിനെതിരെ വിജയ് പരസ്യമായി രംഗത്തെത്തുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് പറഞ്ഞുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് നിയന്ത്രിക്കുന്നതിൽ ഡിഎംകെ സർക്കാർ പരാജയപ്പെട്ടെന്നും നല്ല വിദ്യാഭ്യാസമുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും വിജയ് പറഞ്ഞുവയ്ക്കുമ്പോൾ സംസ്ഥാനത്തെ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ കൂടി ലക്ഷ്യമിടുകയാണ് അദ്ദേഹം. AR മുരുഗൌസ് സംവിധാനം ചെയ്ത് വിജയ് നായകനായ സർക്കാർ എന്ന സിനിമയിലെ കഥാപാത്രം സാരിച്ചതും ഇതേ ഭാഷയായിരുന്നു. സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കളെ കൂടെ കൂട്ടുകയെന്ന ഉദ്ദേശ്യവും പരാമർശങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. അടുത്തിടെ തമിഴ്നാട് കള്ളക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിലെ ഇരകളെ സന്ദർശിക്കാൻ വിജയ് നേരിട്ടെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. തന്റെ 50 പിറന്നാൾ ദിനാഘോഷം പോലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയ് ഒഴിവാക്കി. ഇതിനുശേഷമാണ് ഇപ്പോൾ രാഷ്ട്രീയച്ചുവയുള്ള പ്രസ്താവനകളിലേക്ക് വിജയ് തിരിയുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെത്തിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ച് വിജയ് നടത്തിയ പ്രതികരണവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. രാജ്യത്തെ ജനങ്ങളെ മികച്ച രീതിയിൽ സേവിക്കാനാകട്ടെയെന്നായിരുന്നു വിജയ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞത്. ഏതാനും മാസം മുൻപാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും കമ്മിറ്റ് ചെയ്ത സിനിമകൾ കഴിഞ്ഞാൽ താനിനി സിനിമയിൽ അഭിനയിക്കില്ലെന്നും മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയാണെന്നും വിജയ് പ്രഖ്യാപിച്ചത്. 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെരിയാർ, കാമരാജ്, അംബേദ്കർ, APJ അബ്ദുൾ കലാം എന്നിവരെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ മാതൃകയാക്കി ഉയർത്തിക്കാണിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്ന ദിനത്തിൽ തമിഴക വെട്രിക്കഴകം വിജയ് എന്ന എക്സ് ഹാൻഡിലൂടെ വിജയ് നടത്തിയ പ്രതികരണങ്ങളും തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു എന്നതായിരുന്നു ട്വീറ്റുകളിൽ ഒന്ന്. എന്നാൽ ലിബറേഷൻ ടൈഗേഴ്സ് പാർട്ടി, നാം തമിഴർ പാർട്ടി എന്നിവയെ പേരെടുത്ത് പറഞ്ഞ് ആശംസകൾ അറിയിച്ചു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയും സംസ്ഥാന പാർട്ടികളായി അംഗീകാരം നേടുകയും ചെയ്ത വിഷയം ഉന്നയിച്ചായിരുന്നു വിജയ് ഈ ചെറുപാർട്ടികളെ പരാമർശിച്ചത്. തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡിഎംകെക്കെതിരായ ശക്തിയായി മാറുകയെന്നതാണ് വിജയിയുടെ പാർട്ടിയുടെ ആദ്യ വെല്ലുവിളി. അതിനുള്ള നീക്കമാണ് പ്രതികരണങ്ങളിലൂടെ വിജയ് നടത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത്.